Question number 191. ഒന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിക്കോ. 191. The following information of P company is available for the year ended 31st October 2002. Cost at 1st November 2001 is 102,000. Accumulated depreciation 2,400 ആണ്. On 1st November 2001, company revalued the property to 150,000. P company accounting policy is to charge depreciation on a straight line basis. Alle, over 50 years. Da. On revaluation, there was no change to the overall useful life. The remaining useful life remains the same. It also has chosen not to make an annual transfer of the excess depreciation on revaluation between the revaluation surplus and retained earnings. What should be the balance on the revaluation surplus and the depreciation charge as shown in P company's financial statements for the year ended 31st October 2002. Okay? അപ്പോൾ ശ്രദ്ധിച്ചോ, ഇവിടെ നിങ്ങൾക്ക് 2,400 എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ട്, പിന്നെ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണ്? 1st November 2001 കോസ്റ്റ് എത്രയാണ്? 102,000 അല്ലേ? ഇതിൽ ഡൗട്ടില്ലല്ലോ, ഉള്ളത് അങ്ങ് എടുത്തതേ ഉള്ളൂ. ഇവിടെ സൈഡിൽ എന്നിട്ട് നിങ്ങൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത്? 102,000 ഡിവൈഡഡ് ബൈ 50 അല്ലേ? അപ്പോൾ ഒരു കൊല്ലം എത്രയാ? 2,400 തന്നെയാ. അപ്പോൾ 2,400 പെർ ഇയർ ആണ് അല്ലേ. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ. $2,400 for 2042 അങ്ങനെ പറ. 102,000 ഡിവൈഡഡ് ബൈ 50 എത്രയാടാ? 1040. നിങ്ങളെല്ലാം ഞാൻ എന്താ വേണ്ടേ? 2040 പെർ ഇയർ അല്ലേ. അപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാം? നമ്പർ ഓഫ് ഇയേഴ്സ് പാസ്റ്റ് എങ്ങനെ കിട്ടാം? നിങ്ങൾക്ക് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ തന്നിട്ടില്ലേ? ഡിവൈഡഡ് ബൈ 2040. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്ര കൊല്ലത്തെ സമ്മാണ്. അതിൽ നിന്ന് ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? എത്ര ഇയേഴ്സ് നിങ്ങൾ ഡിപ്രീസിയേറ്റ് ചെയ്തെന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ എത്ര ഇയേഴ്സാ? ഉറപ്പല്ലേ? അപ്പൊ 10 കൊല്ലം കഴിഞ്ഞു. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് അപ്പൊ എത്രയാ? 40 അല്ലേ. ടോട്ടൽ യൂസ്ഫുൾ ലൈഫ് 50 ഇയേഴ്സ് ആണ്. 10 കൊല്ലം കഴിഞ്ഞാൽ എത്രയാണ്? 40 ഇയേഴ്സ് ആണ്. ഇനി ഇതിന്റെ ക്യാരിയിങ് വാല്യൂ പറഞ്ഞേ. അത് ഓൾറെഡി അവിടെ ഉണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. എത്രയാ? 81,600. ക്യാരിയിങ് വാല്യൂ അറ്റ് 31st October 2000. ഫസ്റ്റ് നവംബർ 2001 അല്ലേ. ഇതിൽ ഡൗട്ടില്ലല്ലോ. 81,600 സെയിം ഡേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റീവാല്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ. റീവാല്യൂഡ് എമൗണ്ട് എത്രയാ? ഫസ്റ്റ് നവംബർ 2001 150,000 അല്ലേ. ഡിഫറൻസ് ആണ് റീവാല്യൂഷൻ ഗെയിൻ. എത്രയാണ് വരുന്നത്? എത്രയുടെ വരുന്നത്? മൈനസ് ചെയ്യണോ? എത്ര വരുന്നത്? 68,400. ഇനി ഡിപ്രീസിയേഷൻ കാണണം. എന്താ? 2002 വാല്യൂ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ഡിപ്രീസിയേഷൻ ഇനി എത്രയായിട്ട് മാറി? 150,000 ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എത്രയാ? 40 ആണ്. ക്ലിയർ? അപ്പൊ എത്ര വരാം? 3750 ആണ് ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ചാർജ്. അതും കഴിഞ്ഞിട്ട് ക്യാരിയിങ് വാല്യൂ എത്രയാ? 146,250.
എടാ ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എടാ 2002 എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ കൊടുത്തു. മനസ്സിലായോ? ഇത് ലാസ്റ്റ് ഇയർ ക്യാരിങ് ബാലൻസ് ആണ് 150,000, അതായത് റീവാല്യൂഡ് ബാലൻസ്. അതിൽ നിന്ന് ഒരു കൊല്ലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ വീണ്ടും ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 3750. ക്ലിയർ? ഓക്കെ അല്ലടോ? ഇനി ഇവിടെ എന്താ പറയുന്നത്? കണ്ടീഷൻ എന്താ? പൊതുവേ നമ്മൾ എന്താണ് ചെയ്യുക? റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എസ് ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ചോസൺ നോട്ട് ടു മേക്ക് ആനുവൽ ട്രാൻസ്ഫർ ഓഫ് ദ എച്ച് എസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ആൻസർ എന്താണ്? എ ആണ്. മനസ്സിലായോ? ഇത് റീവാല്യൂഷൻ സർപ്ലസിൽ പോകും അല്ലടാ? അല്ലേ? ഒ സി ഐന്ന് റീവാല്യൂഷൻ സർപ്ലസിലോട്ട്, റീവാല്യൂഷൻ ഗെയിന്. ഓക്കെ, പിന്നെ അക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ചാർജ് എവിടെയും പോകും? എസ് ഒ പി എല്ലിൽ ഡിപ്രീസിയേഷൻ ആയിട്ട് പോകും. അപ്പോൾ എ ആണ് ആൻസർ. അണ്ടർസ്റ്റുഡ്? Wooten Company had a building in its books which cost $500,000 with a carrying amount of 405,000. അപ്പോൾ 1st January carrying amount എത്രയാണ്? 405,000 അല്ലേ? ഇനി ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ എങ്ങനെ കാണുക? എല്ലാ കൊല്ലത്തെയും ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആണ്. അപ്പോൾ 500,000 ഇൻറ്റു 2% എത്രയാണ്? 10,000 തന്നെയാ? ഓക്കെ, 10,000 പെർ ഇയർ ആ അല്ലേ? ഫസ്റ്റ് വൺ സെയിം ആണേ. എത്രയാണ്? 50,000 വാങ്ങി, സോറി 405,000 മുകളിൽ 5,000 പോയാൽ ഇതുവരെ സെയിം ആണേ. 600,000. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട്? എമൗണ്ട് മാറുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ 10,000 പെർ ഇയർ വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നെങ്കിൽ ഈ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയായിരിക്കും? യൂസ്ഫുൾ ലൈഫ് ഇസ് ഈക്വൽ ടു 500,000 ഡിവൈഡഡ് ബൈ 10,000. എത്ര വരാ? 50 ഇയേഴ്സ് അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അസറ്റിന്റെ എമൗണ്ട് 405,000 ആണ് ക്യാരിയിങ് വാല്യൂ. കോസ്റ്റ് 500,000 ഉണ്ട്. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അപ്പോൾ എത്രയായിരിക്കും? കോസ്റ്റ് മൈനസ് ക്യാരിയിങ് വാല്യൂ അല്ലേ? ക്യാരിയിങ് വാല്യൂ എന്താ? കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഇക്വേഷൻ അപ്പുറം ഇപ്പുറം മാറ്റിയിട്ട് എന്ത് കിട്ടും? 500,000 മൈനസ് 405,000 ഈക്വൽ ടു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് കിട്ടും. എത്രയാണ് വരുന്നത്? എത്രയാടാ? 95,000 405,000. ക്യാരിയിങ് വാല്യൂ 405,000 95,000. അപ്പം എത്ര ഇയർ പാസ് ചെയ്തു എന്ന് എങ്ങനെ തിരിയാ? 95,000 ഡിവൈഡഡ് ബൈ 10 അല്ലേ? അല്ലടാ, 10,000. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് 95,000 ഡിവൈഡഡ് ബൈ 10,000, അതായത് 9.5 ഇയേഴ്സ് അല്ലേ? ഇതിൽ ഡൗട്ടില്ലല്ലോ. 9.5 ഇയേഴ്സിൽ 0.5 ഇയേഴ്സും പോയി. കാരണം എന്താ? 6 months നമ്മൾ ഓൾറെഡി കൊടുത്തു. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എപ്പോൾ എത്രയുള്ളേ? 600,000 ഡിവൈഡഡ് ബൈ 9 എത്രയാണ് വരുന്നത്? വേഗം പറ. 600,000 ഇൻറ്റു 6/12 എത്രയാണ് വരിക? 3,300 ആവൂലല്ലോ. എടാ 10 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 40 ഇയേഴ്സ് അല്ലടോ? ആ, റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എത്രയാ? 9.5 കൊല്ലം 1st January വരെ കഴിഞ്ഞു. അരക്കൊല്ലം 1st July വരെ വീണ്ടും കഴിഞ്ഞു. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞില്ലേ? ബാക്കി എത്ര ഉണ്ട്? 40 ഇയേഴ്സ്. അപ്പോൾ 600,000 ഡിവൈഡഡ് ബൈ 40 15,000 പെർ ഇയർ അല്ലേ? അത് കൊടുക്കാൻ പറ്റുമോ?
ഇല്ല, എന്ത് ചെയ്യണോ? ഇൻറ്റു 6/12 ചെയ്യണം. അപ്പോൾ എത്രയാ? 7500. എത്ര എമൗണ്ട് കിട്ടുന്നത്? വേഗം പറ. 5. ഓക്കെ. ഇതിൽ ഡിപ്രീസിയേഷൻ ഫോർ ദ ഇയർ എന്താ? ഫസ്റ്റത്തെ ജൂലൈ വരെയുള്ള ഡിപ്രീസിയേഷനായ 5000ഉം രണ്ടാമത്തെ ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള 7500ഉം. അപ്പോൾ ഒട്ടാകെ 12500. മനസ്സിലായാ? ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? എത്രയാണ്?